ഇപ്പോൾ ബിഗ് ബോസ് സെലക്ട് ചെയ്ത് വിട്ടിരിക്കുന്ന ചില മൊണ്ണകളെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നടത്തിയിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ നിങ്ങൾക്കെല്ലാം അറിയാം. അവിടെ ഇതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം പറയാത്ത ചില ആൾക്കാരും രസകരമായ ഉത്തരം പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അത് കേട്ടപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് പ്രതികരിക്കണം തോന്നി. ആദ്യമായി തൃശ്ശൂരിൻ്റെ ശില്പി ആരാണെന്ന് ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞ ഉത്തരം സോണിയാഗാന്ധി എന്നാണ്. അതുപോലെ തന്നെ സോണിയാഗാന്ധി അല്ല ലാലേട്ട, എനിക്ക് തെറ്റിപ്പോയതാണ്, രാഹുൽ ഗാന്ധിയാണെന്നും പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് മോനെ ഇങ്ങനെ, എന്താണ് സോണിയാഗാന്ധി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പറയുന്നത് അവരിടയ്ക്കൊക്കെ അവിടെ വന്ന് പോകാറുണ്ടെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത ആൾക്കാരെയാണല്ലോ ഇവർ അകത്ത് കയറ്റി വിടുന്നത്. ഒരാളൊഴിച്ച്, അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരുടെ കാര്യവും കണക്ക് തന്നെയാണ്. പിന്നെ റെയിൽവേ ഇല്ലാത്ത ജില്ല എന്ന് ചോദിച്ചു, റെയിൽവേയിലായിരുന്നു ഇല്ലാത്ത ജില്ല എന്ന് ചോദിച്ചപ്പോൾ അതും വ്യക്തമായിട്ട് അവിടെ ആർക്കും അറിയില്ല. അഭിലാഷിനാണെന്ന് തോന്നുന്നു, അഭിലാഷാണ് ശരി ഉത്തരം പറഞ്ഞത്. ബാക്കി ആർക്കും അതിനെപ്പറ്റി ശരിയായ ധാരണയില്ലായിരുന്നു. ഏറ്റവും വലിയ കോമഡി ബിന്നിയുടെ കാര്യമാണ്. ബിന്നി ഡോക്ടറാണ്, MBBS എടുത്ത ആളാണ്. നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചപ്പോൾ പ്ലാസ്മ എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി വിറ്റാമിൻ K എന്ന് പറഞ്ഞപ്പോൾ അത് വിറ്റാമിൻ K ആണ് ലാലേട്ടൻ, ഞാൻ ഒരുപാട് പഠിച്ചതുകൊണ്ട് മറന്നുപോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ അവിടെ യാതൊരു രീതിയിലുള്ള ജനറൽ നോളജും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടമായിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ അനുമോളും ഷാനവാസും ഇവരെല്ലാവരും വർഷങ്ങളായിട്ട് സിനിമ സീരിയൽ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അവരോട് മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ബാലൻ എന്ന ഉത്തരവാണ്. അപ്പോൾ ഇത്തരത്തിൽ മിനിമമായിട്ടുള്ള നോളജ് പോലും ഇല്ലാത്ത ചില ആൾക്കാരെയാണല്ലോ ബിഗ് ബോസ് അതിൻ്റെ അകത്തേക്ക് കയറ്റി വിടുന്നതെന്ന് ആലോചിച്ച് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് സഹതാപം തോന്നുന്ന അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ മൊണ്ണകളെന്നൊക്കെ നമുക്ക് അക്ഷയം തെറ്റാതെ വിളിക്കാം. കാര്യം യാതൊരു തരത്തിലുള്ള ബേസിക് നോളജ് അവർക്കില്ല. എത്രയും പാടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ വളരെ കൊച്ചിലെ ചെറുപ്പം മുതൽ തന്നെ പഠിക്കുന്ന ചില കാര്യങ്ങളാണ് അവിടെ ചോദിച്ചത്. അതും ആ മേഖലയിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ പോലും ഉത്തരം പറയാതിരിക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഇവരെയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ട ആ ക്രൂവിനോട് നമുക്ക് അല്പം പുച്ഛം തോന്നുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എന്താണ് അവരെ പറ്റിയുള്ള അഭിപ്രായം? ഈ ചോദിച്ചതിൽ രസകരമായ ചോദ്യം ഏതാണ്, അതിന് കിട്ടിയ രസകരമായ മറുപടി ഏതാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.